നമ്മളെല്ലാം പോയി കഴിഞ്ഞതിന് ശേഷം ഇനി എന്തെങ്കിലും ഓർത്ത് കൂട്ടിയോ? ഇനി എന്തെങ്കിലും ആലോചിച്ചിരുന്ന് വിഷമിച്ചിട്ടാണോ പോയി ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ അങ്ങനെ ഒരു സംഭവം നടന്നതെന്ന് അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. അത് തന്നെയായിരിക്കും. എനിക്കും ആ സമയത്ത് ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നുള്ള ടെൻഡൻസി ഉണ്ടായിരുന്നു. ഉറങ്ങാൻ പറ്റില്ല. നിതിൻ്റെ മുഖം മാത്രമേ പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നു. ഞാനൊന്ന് ഒറ്റയ്ക്കായിരുന്നു. സംസാരിക്കാനൊന്നും ആരുമില്ല എനിക്ക്. പക്ഷെ എനിക്കും തോന്നി എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അഖിലിനെ ഞാൻ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയില്ല. അഖിലിന് അങ്ങനൊരു പ്രശ്നമുള്ളതാണോ ചിലപ്പോൾ ചോദിക്കാത്തോണ്ടായിരിക്കും. അങ്ങനെ ഒരു പരിപാടി ചെയ്യുമെന്നുള്ള കാര്യം പ്രത്യേകിച്ച് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ പറഞ്ഞില്ല 5 ദിവസം ഉണ്ടായിരുന്നു. അഞ്ചിൻ്റെ ഒന്ന് എയർപോർട്ടിൽ കൊണ്ടുപോകണം ഞാൻ. അപ്പോൾ അവിടെ പോയപ്പോൾ പോസിറ്റീവായി. ഈ കോവിഡ് ടെസ്റ്റ് ചെയ്ത് പുള്ളി. ഞാൻ സാധാരണ വഴി പോകുന്ന ആൾക്കാരെ ഇങ്ങനെ വിളിക്കുമ്പോൾ ആ വീട്ടിൽ പോകാൻ ചായ കുടിച്ചിട്ട് പോവാം. ഞാൻ ഇവൻ്റെ അടുത്ത് മാത്രം അത് പറഞ്ഞില്ല. ഞാൻ ഒരു വിളിച്ച വീട്ടിലോട്ട് കൊണ്ടുവന്ന് ചിലപ്പോൾ ഇങ്ങനെ വിളിച്ചില്ല. ഭയങ്കര ഒരു കഷ്ടം വിളിച്ച് ഏർപ്പാടാക്കും. നമ്മളൊരു ശ്രദ്ധ കുറവ് കൈക്കുഴ ജീവൻ പോകാന്ന് പറഞ്ഞാൽ പട്ടിയായാലും പൂച്ചയായാലും ആടായാലും മനുഷ്യനായാലും വിളിച്ചില്ല. എങ്ങനെയാണ് ഇത്രമേൽ സഹജീവികളെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യന് ഇങ്ങനെ ബുദ്ധിശൂന്യമായ പ്രവർത്തിക്കാൻ പറ്റുന്നത്? ഒരുപക്ഷെ അവൻ്റെ ഡെത്ത് ഫേക്ക് ചെയ്തായിരിക്കും. I feel like I'm a very useless person because I never asked him whether he was fine. ഞാനൊന്നും ചെയ്തില്ല. ഞാൻ ആകെ ചെയ്തത് അവൻ മരിച്ചു കഴിഞ്ഞ് ആൻറ്റിയെ വിളിച്ചാണ് ഫോണിൽ. ആൻറ്റിയോട് ഞാൻ സംസാരിച്ചു. ആൻറ്റി ചോദിച്ചു എന്തിനാ അവനിങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല. കാരണം എനിക്കറിയില്ല, എനിക്കിപ്പോഴും അറിയില്ല. I thought he was fine. But he was not. അവൻ അങ്ങനെ ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. അഞ്ചു ദിവസം വന്നു നിന്നുള്ളൂ. എല്ലാരെയും സന്തോഷിപ്പിച്ചിട്ട് എന്തിനങ്ങനെ ചെയ്തെന്ന് എനിക്ക് മനസ്സിലാവുന്നുമില്ല.